അല്ല, ഉപതെരഞ്ഞെടുപ്പ് വരുമെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയുന്നത്? രാഹുൽ ഗാന്ധി രണ്ടിടത്തും ജയിച്ചാലല്ലേ. അതുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ചൂണ്ടിക്കാണിച്ചത് രാഹുൽ ഗാന്ധിയുടെ വഞ്ചനയെക്കുറിച്ച് സംസാരിക്കാനാണ്. അല്ലാതെ ഉപതെരഞ്ഞെടുപ്പ് ഉടനെ ഉണ്ടാവും, രാഹുൽ ഗാന്ധി രണ്ടിടത്തും ജയിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. യുഡിഎഫിന്റെ ഒരു കണക്ക് സംസ്ഥാനത്തെ എല്ലാ സീറ്റും ജയിക്കുന്നതാണ്. എൽഡിഎഫിൽ സിപിഐ പറയുന്നത് 12 സീറ്റിൽ ജയിക്കാറുണ്ട്. ബിജെപിക്ക് അങ്ങനെ ഒരു കണക്കുണ്ട്. ബിജെപിക്ക് നല്ല സീറ്റ്, 5 സീറ്റിലധികം ബിജെപി ജയിക്കും. അല്ല, അതിപ്പോ എണ്ണം വരെ കാത്തില്ല. എല്ലാ മണ്ഡലങ്ങളിലും നല്ല മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. മിനിമം 5 സീറ്റിൽ ഞങ്ങൾ ചെയ്യും. വിവിധ സ്ഥാനാർത്ഥികളെ എൻഡിഎ സംബന്ധിച്ച് കേന്ദ്രമന്ത്രിമാർ വരെ ആവുന്ന രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ല, അതൊക്കെ എനിക്ക് പ്രധാനമന്ത്രിയാണ് തീരുമാനിക്കുക. കേന്ദ്രമന്ത്രിയൊക്കെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളെല്ലാം പ്രധാനമന്ത്രിയുടെ അധികാരം. അല്ല, പ്രചാരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം കൂടെ, അതായത് ചോദിക്കാൻ നേരത്തെ ഈ ഏറ്റവും ക്രൂഷ്യൽ മത്സരം നടത്തിയ മണ്ഡലമാണ് വടകര മണ്ഡലത്തിൽ പല പഞ്ചായത്തുകളിൽ പോലും സ്ലിപ്പ് പോലും കൊടുക്കാതെ ബിജെപി സ്ഥാനാർത്ഥികൾ സ്ലിപ്പ് പോലും കൊടുക്കാത്ത അവസ്ഥയുണ്ടെന്നുള്ളത് കൃത്യമായി താങ്കളെ സിബിയിലടക്കം പറ്റിയിട്ടുണ്ടാവും. അതൊക്കെ ഞാൻ അനുഭവസ്ഥനാണ്. എന്താണ് അവിടെ നടന്നത്? മറിച്ച് ഷാഫിക്ക് വോട്ട് കൊടുത്ത് ഒരു കാരണവശാലും ഇത്തവണ അങ്ങനത്തെ പ്രചരണമൊന്നും എവിടെയും വീശിയിട്ടില്ല. ബിജെപിയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് LDFും UDFും നല്ല രീതിയിലാണ് വിലയിരുത്തിയത്. എനിക്കറിഞ്ഞൂടെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് വിവരം കിട്ടിയെന്ന്. പിന്നെ വടകര കഴിഞ്ഞ തവണ 80,000 വോട്ട് കിട്ടിയ ഒരു മണ്ഡലമാണ്. വടകര ജയിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ജയിക്കാൻ തന്നെയാണ് മത്സരിച്ചത്. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം ജയിക്കുമെന്ന് ഞങ്ങൾ ആ മണ്ഡലത്തെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പിന്നെ അവിടെ ഏതോ ഒരു ബൂത്തിൽ സ്ലിപ്പ് കിട്ടിയില്ല എന്ന് പറയുന്നത്. ബിജെപിക്ക് അവിടെ 2 ഇരട്ടിയിലധികം വോട്ട്. അത് അടഞ്ഞ അധ്യായമാണ്. അതിനെപ്പറ്റി ചർച്ച. എന്തിന് ആരോപണം ഉന്നയിക്കുന്നവർക്ക് നടപടിയെടുക്കാൻ എന്താണ് കാര്യം? അല്ല, ആ അധ്യായം അടഞ്ഞു വന്നു. അതിനെപ്പറ്റി ചർച്ചയല്ലേ. അല്ല, ആ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇനി വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിലൊക്കെ മുരളീധരൻ മുൻകൂർ ജാമ്യം എടുക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ. മുരളീധരൻ എന്തായാലും ഇനി വീട്ടിലിരിക്കാം. ഞാനത് ആദ്യം പറഞ്ഞതാണ്. KM വീട്ടിലിരിക്കും. സുരേഷ് ഗോപി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. അതെ, അതൊന്നും എനിക്കറിയില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ലീഗുകാരാണ് അത്യധ്വാനം ചെയ്തത്. ലീഗുകാർക്ക് എന്തോ ഒരു നിധി കിട്ടിയ പോലെയാണ് കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് അദ്ദേഹം. പക്ഷെ അവസാനം എന്തുണ്ടായി എന്നുള്ളത് ലീഗുകാർക്ക് ഇപ്പോൾ ബോധ്യമായി കാണും. സ്വന്തം കൊടി പിടിക്കാനുള്ള അനുവാദം പോലും ഇല്ലാതെ ഒരു രാഷ്ട്രീയ നേതാവ് എന്തിന് മുസ്ലിം ലീഗുമായിട്ട് ചേർന്നു എന്നുള്ള കാര്യം ദേശീയ തലത്തിൽ പറയാനുള്ള ആർജവം കാണിക്കണം. അല്ലാതെ അവിടെ മറച്ചു വെക്കാൻ അവരെ കൊടി 2 കൊടി ഉപേക്ഷിക്കുകയല്ല, കോൺഗ്രസിൻ്റെ കൊടി തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നത്. അങ്ങനെയുള്ള ഒരു നേതാവിനെയാണ് ഇന്ത്യ മുന്നണി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തുന്നത്. ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാവില്ല, ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. മത്സരിക്കുന്ന കാര്യം തന്നെ വോട്ടർമാരോട് തുറന്നു പറയാൻ ആർജവമില്ലാത്തൊരു നേതാവാണ് രാഹുൽ ഗാന്ധി. അതാണ് കോൺഗ്രസ് ഈ ഗതിയിലാവുന്നത്. ഇപ്പോൾ വെച്ച കലം പോലെ കോൺഗ്രസ് ആവുന്നതിൻ്റെ ഒരു കാരണം ഈ രാഹുൽ ഗാന്ധിയാണ്. എന്താ സംശയമുള്ളത്? ബി ജെ പി ഒരിടത്തും വർഗീയ പ്രചരണം നടത്തില്ല. BJP തെരഞ്ഞെടുപ്പിൽ ഇതാണ് പ്രശ്നം. BJP വർഗീയത പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ മൗനമാണെന്ന് പറയും. BJP ഒരു വർഗീയതയും പറയാതിരിക്കുമ്പോഴും BJP വർഗീയ പ്രചരണം നടത്തുന്നു. പക്ഷേ മതേതര പാർട്ടികൾ എന്താ പറയുന്നത്? എന്താണ് ഷാഫിയെ പറ്റി പറഞ്ഞത്? ദീനിൻ്റെ സ്ഥാനാർത്ഥി എന്താ പറഞ്ഞു? ഞാൻ പണ്ട് അള്ളാഹുവിൻ്റെ സ്ഥാനാർത്ഥി എല്ലാ സ്ഥലത്തും. തിരിച്ചപ്പുറത്ത് എന്താണ്? ഇങ്ങനെ ഒരു അധപ്പതനം ഈ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതേവരെ ഉണ്ടായിട്ടില്ല. ഞാനിത് ആദ്യമേ പറഞ്ഞു. നിങ്ങൾ മൗനം. ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ഘട്ടത്തിൽ തന്നെ പറഞ്ഞു, വടകരയിൽ വലിയ തോതിലുള്ള വർഗീയ പ്രചരണമാണ് നടക്കുന്നത്. ഒരു കാലത്തും നമ്മളെ കേരളത്തിൽ ഇങ്ങനെ ആരും ഉണ്ടായിട്ടില്ല. ദീനിൻ്റെ സ്ഥാനാർത്ഥിയും കാഫറും ഇങ്ങനെയൊക്കെയുള്ള പ്രചാരണങ്ങൾ നമ്മളെ നാട്ടിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല. അതിന് ഉത്തരവാദപ്പെട്ട നേതാക്കൾ തന്നെയാണ് നേതൃത്വം നൽകിയത്. ശരിയായ നിലയിൽ പരിശോധിക്കപ്പെടേണ്ടതാണത്. എല്ലായിടത്തും കോൺഗ്രസ് ഇത് തന്നെയാണ്, LDFും ഇത് തന്നെയാണ് ചെയ്യുന്നത്.